ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് മക്കളുടെ ഹെയർ കട്ട് ചെയ്യാനായിട്ട് കൊണ്ടുപോയായിരുന്നു. കരുനാഗപ്പള്ളി എച്ച് മാളിലാണ് കേട്ടോ ഞാൻ സ്ഥിരം അവരെ കൊണ്ടുപോകാറ്. മോനെ കൊണ്ടുപോയില്ല, അവൻ്റെ സ്കൂൾ ഉറപ്പായപ്പോഴത്തേക്ക് കട്ട് ചെയ്തായിരുന്നു. പിന്നെ നല്ലോണം കിളിച്ച് വന്നിട്ടില്ല, അതുകൊണ്ട് പെൺപിള്ളേർ രണ്ടുപേരെ കൊണ്ടുപോയുള്ളൂ. സൺഡേയിൽ എൻ്റെ ബ്രദറിൻ്റെ നിക്കാഹ. എൻ്റെ ബ്രദർ എന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മച്ചിയുടെ ചേട്ടത്തിര മോൻ്റെ, അതുകൊണ്ടാണ് ഇന്ന് പെട്ടെന്നൊരു ഹെയർ കട്ടിങ്ങിന് വന്നത്. കരുനാഗപ്പള്ളി എച്ച് മാളിൽ ലേപ്പറയിലാണ്ടോ ഞാൻ ഇവരെ കൊണ്ടുവരുന്നത്. ഇവർക്ക് മൂന്നിനും ഇവിടെ വന്ന് ഹെയർ കട്ട് ചെയ്യാനാണ് ഇഷ്ടം. അവർ ഹെയർ വാഷൊക്കെ ചെയ്ത് സെറ്റാക്കി കേട്ടോ നമ്മളെ വിടുന്നത്. ഞങ്ങൾ ചെന്ന് കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങളെ വിളിച്ചത്. അവിടെ ഭയങ്കര തിരക്കാണ്. നല്ല അടിപൊളി സർവീസ് കേട്ടോ അവർ തരുന്നത്. മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇത്രയും തിരക്ക്. അങ്ങനെ ഏകദേശം മറിയത്തിൻ്റെ ഹെയർ കട്ടിങ് ഒക്കെ കഴിഞ്ഞു. മറുവായൊക്കെ എത്തി. എനിക്കൊരു പേടിയുണ്ടായിരുന്നു അവൾ ഇരിക്കുക എന്നുള്ളത്. എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോയി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൾ മിററിൽ കൂടെ കണ്ടു ഇത്തി ഫോൺ കാണുന്നത്. അന്നേരം പിന്നെ ഇത്തിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിക്കാനായി ബഹളം. മറിയത്തിന് ലെയർ കട്ടാട്ടോ വെട്ടിയത്. മറുവായിക്ക് ഒന്ന് ഷേപ്പാക്കി വിട്ടതേ ഉള്ളൂ. അവൾക്ക് മുടിക്ക് വലിയ തിക്നെസ് ഇല്ലാത്തതുകൊണ്ട് പ്ലെയിൻ ആയിട്ട് വെട്ടിയിടാനേ പറ്റൂ. അങ്ങനെ ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് പേയ്മെൻറ്റും കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ നോക്കുമ്പോൾ അതാ പുതിയൊരു ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. അവിടെ കിഡ്സിന് പറ്റിയ എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ട്. അങ്ങനെ ഐസ് ക്യാൻഡി കണ്ടപ്പോൾ ഐസ് ക്യാൻഡി വേണമെന്നായി പിന്നത്തെ വേളം. അങ്ങനെ 2 പേർക്കും 2 ഫ്ലേവർ വാങ്ങിച്ചു കൊടുത്തു. ഒരാൾക്കൊരു ന്യൂട്രല്ല ഫ്ലേവറും ഒരാൾക്കൊരു സ്ട്രോബെറി ഫ്ലേവറും വാങ്ങിച്ചു. മോനോട് ഒരു പാഴ്സൽ വരണം. അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴേ ഇത് മെൽറ്റാവും, അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ കരുനാഗപ്പള്ളി ചെന്നപ്പോഴേക്കും ഭയങ്കര ട്രാഫിക്കായിരുന്നു. എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നായിരുന്നു അന്നേരം ആലോചിച്ചത്.